കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ്റെ 15/8/2026 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കൂടിയ വിശേഷാൽ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ അവതാരകൻ ശ്രീ ജി തങ്കപ്പൻപിള്ള, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആൻഡ് ഡയറക്ടർ ബോർഡ് മെമ്പർ, പാർവതി മന്ദിരം, കരിക്കം PO. അനുവാദകൻ ഡോക്ടർ ആർ സന്തോഷ് ഉണ്ണിത്താൻ, യൂണിയൻ കമ്മിറ്റി അംഗം മിഥില, തലച്ചിറ. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെയും ആരാധ്യനായ ബഹു NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അവരുടെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത KB ഗണേഷ് കുമാറിനോടുള്ള ശക്തമായ പ്രതിഷേധം ഒരു പ്രമേയമായി കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയന് വേണ്ടി അവതരിപ്പിച്ചുകൊള്ളുന്നു. നായർ സർവീസ് സൊസൈറ്റി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ തണലിലും പിന്തുണയിലും അധികാര സ്ഥാനങ്ങളെത്തി സർവവും നേടിയ കേരളത്തിലെ ഒരു കുടുംബം ശ്രീമാൻ R ബാലകൃഷ്ണപിള്ളയുടെ കുടുംബമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ശ്രീ R ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ മതിയായ രീതിയിൽ ആഹാരം പോലും നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്നത്തെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അവരുടെ ഇടപെടലിലാണ് മേപ്പിടിയാൻ ആശ്വാസമായത് എന്നതുകൂടി ഓർക്കണം. തത്സമയം അദ്ദേഹത്തിൻ്റെ മകനെന്ന് അവകാശപ്പെടുന്ന KB ഗണേഷ് കുമാർ എവിടെയായിരുന്നു എന്ന് പൊതുസമൂഹം മറന്നിട്ടില്ല. ഒരു പിതാവിൻ്റെയും മകൻ്റെയും പരസ്പരമുള്ള ചെയ്തികൾ എന്തായിരുന്നു എന്നും പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ 25 വർഷം MLA ആയതും മന്ത്രിയായതും തൻ്റെ പ്രാഗൽഭ്യം കൊണ്ടാണ് എന്ന് വിശ്വസിച്ച് മൗഢ്യമായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടും എന്തേ KB ഗണേഷ് കുമാറിന് മാത്രം മനസ്സിലാകുന്നില്ല? മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേരളം കണ്ടിട്ടുള്ളതിൽ സംസ്കാരശൂന്യമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഉടമയാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. UDF ഭരണകാലത്ത് അച്ഛന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ മകന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ വിമുഖത കാണിച്ച R ബാലകൃഷ്ണപിള്ളയെ അനുനയിപ്പിച്ച് പ്രധാന വകുപ്പ് നൽകി മന്ത്രിയാക്കിയതും ബഹുമാന്യനായ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ആർജവത്തോടുകൂടി നടത്തിയ ഇടപെടലാണ് എന്നത് കൃത്യമായി അറിയാവുന്നവരാണ് കൊട്ടാരക്കര താലൂക്കിൽപ്പെട്ട നായർ സമുദായ അംഗങ്ങൾ. കഴിഞ്ഞ 3 വർഷം NSS ഡയറക്ടർ ബോർഡിലെത്തിയ KB ഗണേഷ് കുമാർ NSS എന്ന മഹാപ്രസ്ഥാനത്തിന് കളങ്കം വരും വിധം സദാചാരബോധത്തെ വികലമാക്കിയതും സംസ്കാരശൂന്യമായ പ്രവൃത്തികൾ ചെയ്തതും മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് പൊതുസമൂഹം വിലയിരുത്തി എന്നതാണ് പത്തനാപുരത്തെ പരാജയത്തിന് കാരണം എന്നതിനും തർക്കമില്ല. സ്വന്തം താലൂക്ക് യൂണിയനിലെ സഹപ്രവർത്തകരെ പോലും അവഹേളിച്ചും ഉപദ്രവിച്ചും മോശമായി പെരുമാറിയും NSS എന്ന പ്രസ്ഥാനത്തിന് അഭിമാനക്ഷതം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്നവർ രാജിവെച്ചത് പ്രസ്തുത സാഹചര്യത്തിലാണ്. യൂണിയൻ നിയമാവലി പ്രകാരം പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ്റെ ഭരണം ബഹു NSS രജിസ്ട്രാർ ഏറ്റെടുക്കേണ്ടതായി വന്നത് എന്ന വസ്തുത മറച്ചുവെച്ച് സംഘടനയുടെ നിയമത്തെ വികലമാക്കി ചിത്രീകരിക്കുകയാണ് KB ഗണേഷ് കുമാർ ചെയ്തത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സനാതന ധർമ്മത്തിലൂടെ സഞ്ചരിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഹൈന്ദവ ആചാരങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന NSS എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നു കൊണ്ട് മറ്റൊരു മതത്തിൽ വിശ്വസിച്ചും ആരാധിച്ചും വന്ന KB ഗണേഷ് കുമാറിന് NSS എന്ന മഹാപ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ദൈവാധീനമുള്ള ഈ സംഘടനയിൽ നിന്നും ദൈവികമായി പുറത്തു പോകാൻ ഇടയായത് എന്നത് സംശയമില്ല. മേപ്പിടിയാൻ NSSനെയും ആരാധ്യനായ ബഹു NSS ജനറൽ സെക്രട്ടറിയെയും ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് അവഹേളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മിസ്റ്റർ KB ഗണേഷ് കുമാർ, താങ്കൾ ഈ നാടിൻ്റെ സംസ്കാരം എന്തെന്ന് മനസ്സിലാക്കാതെ സദാചാര വിരുദ്ധനായും സംസ്കാരശൂന്യനായും NSS എന്ന പ്രസ്ഥാനത്തിൻ്റെ വിരുദ്ധനായും തികഞ്ഞ അഹങ്കാരത്തോടെ ചില കുലംകുത്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സംഘടനയെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ വിഡ്ഢികളുടെ ലോകത്താണ്. താങ്കൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത് എന്ന് ഓർക്കുന്നത് നന്ന്. NSS എന്ന മഹാപ്രസ്ഥാനത്തോട് തെറ്റായ സമീപനത്തിലൂടെയും സംസ്കാരശൂന്യമായ പ്രവൃത്തിയിലൂടെയും സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തി KB ഗണേഷ് കുമാറിന് NSS കരയോഗത്തിൽ അംഗമായി തുടരാൻ അവകാശമില്ല. താങ്കൾ അംഗമായ കരയോഗത്തിൽ നിന്നും ധാർമ്മികമായി രാജിവെക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമായി പുറത്താക്കുകയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗം ശക്തമായി പ്രതിഷേധിക്കുന്നു. സത്യസന്ധതയോടെ അഴിമതി രഹിതമായി സുതാര്യമായും നിയമപരമായും NSS എന്ന മഹാപ്രസ്ഥാനത്തെ 64 വർഷമായി അഭിമാനത്തോടെ നയിക്കുന്ന ആരാധ്യനായ ബഹു NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അവരുടെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത താങ്കളുടെ ഈ നീചമായ പ്രവൃത്തിയെ കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ ശക്തമായി അപലപിച്ചുകൊണ്ടും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ബഹു NSS നേതൃത്വത്തിനും ആരാധ്യനായ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കും താലൂക്കിലെ 150 കരയോഗങ്ങളുടെയും താലൂക്ക് യൂണിയൻ്റെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഈ പ്രമേയം സഭാസമക്ഷം അവതരിപ്പിച്ചുകൊള്ളുന്നു. G തങ്കപ്പൻപിള്ള, അവതാരകൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ആർ സന്തോഷ് ഉണ്ണിത്താൻ, മിഥില, യൂണിയൻ കമ്മിറ്റി അംഗം.
തലച്ചിറ.